വെൽക്കം ടു അമ്മമ്മ കിച്ചൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് വെച്ചാൽ പരിപ്പ് ചോറ്, ദാൽ റൈസ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 3/4 ഗ്ലാസ് അരി, 1/4 ഗ്ലാസ് പരിപ്പ്, 1 ഉള്ളി, 1 പച്ചമുളക്, 1 തക്കാളി. ഇത് അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. ജീരകം കുറച്ച്, 1/4 സ്പൂണ്, കുരുമുളക്, സോമ്പ്, വെളുത്തുള്ളി. അരിയും പരിപ്പും ഒരു 20 മിനിറ്റ് നല്ലോണം കുതിരാൻ വെക്കണം. തുവരം പരിപ്പാണത്. നെയ്യ് 3 സ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, എണ്ണ. അരിയും പരിപ്പും എടുക്കുന്ന റേഷ്യോ എങ്ങനെയെന്ന് വെച്ചാൽ, എല്ലാവരും അവരവരുടെ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ. ഗ്ലാസ് ആകട്ടെ ഇല്ലെങ്കിൽ പടിയാകട്ടെ, അതിൽ 1 ഗ്ലാസ് നമ്മൾ അരി എടുക്കണമെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ റൈസ് ഉണ്ടാക്കാനുള്ള 1 ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 3/4 ഭാഗം അരി എടുക്കുക, 1/4 ഭാഗം പരിപ്പ് എടുക്കുക. ഇതാണ് അതിൻ്റെ അളവ്. എത്ര നമുക്ക് വേണോ, എത്ര ആൾക്കാർക്ക് വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ സവോള, പച്ചമുളക്, അരയ്ക്കുള്ള സാധനങ്ങളൊക്കെ അരച്ചു. ഇനി നമ്മൾ ഡിഷ് ഉണ്ടാക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. സ്വല്പം എണ്ണ ഒഴിച്ചു. ഇപ്പോൾ ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. 3 സ്പൂൺ ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 2 സ്പൂൺ ഇപ്പോൾ താളിക്കാൻ ഒഴിക്കും. പിന്നെ 1 സ്പൂൺ വന്നിട്ട് ചോറെല്ലാം വെന്തതിന് ശേഷം നമ്മൾ ഇറക്കിയതിന് ശേഷം 1 സ്പൂണ് ഒഴിക്കാം. വേണമെങ്കിൽ ഇനിയൊരു സ്പൂൺ കൂടെ ആവശ്യമുള്ളവർ, നെയ്യിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താം. നെയ്യ് ഒഴിച്ചു. കറിവേപ്പിലയും മല്ലിയില ഇട്ടു. മല്ലിയില കുറച്ച് ഉണ്ടെങ്കിൽ കുറച്ച് ഒടുവിടാൻ വേണ്ടി നമ്മൾ എടുത്ത് വയ്ക്കുക. എണ്ണയും പച്ചമുളകും നല്ലോണം വഴറ്റണം. ഒരു സ്വല്പം ഉപ്പ് ചേർക്കുക. ഉള്ളി ഈ പരുവത്തിൽ വഴറ്റിയാൽ മതി. ഒരുപാട് മൂപ്പിച്ചു പറഞ്ഞാൽ അതിൻ്റെ ഫുഡിൻ്റെ ആ ഫ്ലേവർ മാറും, ടേസ്റ്റ് മാറും. വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, സോമ്പ് ഇതൊക്കെ അരച്ച ആ പേസ്റ്റ് ചേർക്കുക. ഇത് ഒരുപാട് വഴറ്റരുത്. ഒന്ന് എണ്ണയിലിട്ടതിന് ശേഷം തക്കാളി ഇടുക. ഞാൻ ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അരി കുറച്ചായിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ അരിയും പരിപ്പും ഏത് റേഷ്യോയിൽ എടുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ തക്കാളി ചേർക്കുക. ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 തക്കാളി ചേർക്കുക, 2 സവോള ചേർക്കുക. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. വേഗം റെഡിയാകും. പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാം നമ്മൾ. ഇതിന് സൈഡ് ഡിഷായിട്ട് ഓംപ്ലേറ്റോ അല്ലെങ്കിൽ സവോള കട്ട് ചെയ്ത് നമ്മളത് അതിനൊപ്പം വെച്ച് കഴിക്കാം. അച്ചാർ, അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചിടുന്നുണ്ട്. ഉപ്പ് കുറച്ചും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ തക്കാളി നല്ലോണം വഴറ്റിയതിന് ശേഷം
കഴുകി വെച്ച അരിയും പരിപ്പും ഇടുക. അരി ഇട്ടു. ഇതിനാവശ്യമുള്ള വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ചേർക്കണം. അതാണ് ഇതിൻ്റെ അളവ്. അതായത് ഏത് ഗ്ലാസ്സിൽ നിങ്ങൾ അളവും പരിപ്പും അളന്നെടുത്തോ അതേ ആ മെഷർമെൻറ്റ് ചെയ്ത ആ ഗ്ലാസ് തന്നെ 3 ഗ്ലാസ് വെള്ളം. ഇതാണ് ഇതിൻ്റെ അളവ്. ഇപ്പോൾ ഉപ്പും എരിവ് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ കുരുമുളകും പച്ചമുളകും ഇതിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് ക്ലോസ് ചെയ്യാം. കുക്കറിൻ്റെ മൂടിനെ ക്ലോസ് ചെയ്യാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കഴിക്കുന്ന അളവ് ഉപ്പിടണം എന്നാൽ പറയുക. എന്നാൽ ഈ പരിപ്പ് ചോറിന് അങ്ങനെ ഇടരുത്. പാകത്തിനുള്ള ഉപ്പിടുക, അത്ര മതി. ഇപ്പോൾ വേകട്ടെ. കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക, വിസിൽ വയ്ക്കുക. ഇപ്പോൾ 2 വിസിൽ വന്നു. അതിനുശേഷം ഈ ഫ്ലെയിമിന് സിമ്മിൽ വയ്ക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫാക്കിയിട്ട് അതിൻ്റെ ഫുൾ വിസിൽ, അതായത് അതിൻ്റെ ഗ്യാസ് ഫുള്ള് പോയതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോഴാണ് ആ ദമ്മിൽ തന്നെ അരി നല്ലോണം വേകും. പരിപ്പ് ചോറ് നല്ല പരുവത്തിൽ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി ഒരു സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കുക. പരിപ്പ് ചോറ് റെഡിയായി. ഇതിന് സൈഡ് ഡിഷായിട്ട് ഞാൻ സവോളയാണ് വെച്ചിരിക്കുന്നത്. ഇതിന് ഓംപ്ലേറ്റ്, അച്ചാർ, പിന്നെ ഫ്രൈ ഐറ്റങ്ങൾസ് അങ്ങനെ എന്തെങ്കിലും നമ്മളിതിൽ ചേർത്ത് കഴിക്കാം. ഓണിയനും നന്നായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇങ്ങനത്തെ പരിപ്പ് ചോറ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമൻറ്റ് മമ്മ കിച്ചൻ്റെ കൂടെ ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.